അങ്ങനെ നമ്മളെ നിധി ഹോസ്റ്റലൊക്കെ ശരിയാക്കിയിട്ട് നേരെ ചെല്ലുന്നത് സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്കാണ്. സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടില്ലല്ലോ, ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ഏട്ടൻ പറഞ്ഞു, എന്തിനാ മോളെ ഇപ്പം ഇങ്ങനത്തെ ഒരു തീരുമാനം, ഞാൻ അതിന് വേണ്ടിയിട്ട് സുധീഷിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയരുത് സുഭാഷ് ഏട്ടൻ, നിങ്ങൾ ഒരിക്കലും ഇത് തടസ്സം പറയരുത്, നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞില്ലേ എല്ലാ കാര്യത്തിനും, അപ്പോൾ ഈ കാര്യത്തിന് എൻ്റെ ഒപ്പം നിൽക്കണം എന്നൊക്കെ പറയുന്നത്. എന്തായാലും സുഭാഷ് ഏട്ടൻ മനസ്സോടെ സമ്മതിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന് ഒരുപാട് വിഷമമൊക്കെ ആവുന്നുണ്ട്. എന്തായാലും വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ നിധി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുധീഷ് പണി മാറ്റി വരുന്നുണ്ട്. സുധീഷ് പണി മാറ്റി വരുമ്പോൾ നമ്മുടെ നികേഷ് വേഗം പോയി സുധീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി, അത് കാരണം ഏടത്തി വീട് വിട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട്, ഹോസ്റ്റലിലേക്ക് മാറുക അത്ര എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് നിധി ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, നിധി എന്തിനാ പോണത്, ഞാൻ പോയിക്കോളാം, ഞാനല്ലേ തെറ്റ് ചെയ്ത്, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം, നിധി ഇവിടുന്ന് താമസം മാറരുത് എന്നൊക്കെ പറയുന്നുണ്ട്, പ്ലീസ് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, മതി നിർത്ത് നിങ്ങളുടെ ഡ്രാമ, ഇനി ഞാൻ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കില്ല, ഞാൻ എന്തായാലും പോവാന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ ഒരുപാട് കാര്യം നികേഷിനോട് നിധി പോയിട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ വേഗം വരും, ഇവിടെ അടുത്ത് തന്നെയല്ലേ, എപ്പോൾ നീ വിളിച്ചാലും ഞാൻ വരും, നീ വിഷമിക്കേണ്ട, നീ ഭക്ഷണമൊക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിധി ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ഏട്ടൻ പറഞ്ഞിട്ട് ഞാനും വരാൻ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടനും കൂടെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷ് ആണെങ്കിൽ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. സുധീഷ് പോയിട്ട് ഭാസ്കരനോട് പറയുന്നുണ്ട്, നിങ്ങൾ കാരണം അപ്പോൾ അതൊക്കെ സംഭവിച്ചത്, നിങ്ങൾ ഞാൻ ഉണ്ടല്ലോ എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വടി എടുത്തിട്ട് അടിക്കാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷൊക്കെ വന്ന് തടയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് ഭാസ്കരനോട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവൾ പോയില്ലേ, അവൾ ഇറങ്ങിപ്പോയില്ലേ, ആരും ഒന്നും മുണ്ടിയില്ലല്ലോ, ആരും ഒന്നും തടയാൻ പോലും നിന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. നികേഷും ഹരീഷൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ഓട്ടോയിൽ പോകുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ അതിലേക്കേറെ വിഷമിച്ചിരിക്കുന്നുണ്ട്. നിധിക്ക് പോരേണ്ടത് പോകുന്നു, പക്ഷേ നിധിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.